ഹലോ ഗൈസ്, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളൊരു പാടത്ത് പോയി ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും പാറും ഒക്കെ കൂടെ പാടത്ത് പോയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നേ. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു നമുക്കൊരു പട്ടം ഉണ്ടാക്കിയിട്ട് അടുത്തൊരു ദിവസം വരാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നൊരു പട്ടം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ പാടത്ത് പോയിട്ട് പറപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാട്ടോ, പാലക്കാട് ചൂട് സഹിക്കില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും ചൂടാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ പട്ടം ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം വെയിലൊക്കെ താഴ്ന്നിട്ട് പാടത്ത് പോയിട്ട് ആ പട്ടം ഒന്ന് പറപ്പിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? വരും, ഞാൻ പട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ പട്ടം റെഡി ആയിട്ടുണ്ട്. ഇരുവശത്ത് ചിറകുകൾ, വലിയൊരു വാല് ഒക്കെ ആയിട്ട് നമ്മുടെ പട്ടം റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ വെയിൽ താഴ്ന്നതിന് ശേഷം ഞങ്ങൾ പട്ടമായിട്ട് പറപ്പിക്കാം. പട്ടം പറപ്പിക്കാൻ ആരൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? അത് നമുക്ക് കണ്ടല്ലോ. കാശിയുണ്ട്, പാറുണ്ട്, ഉണ്ണിക്കുട്ടനുണ്ട്. ഉണ്ണിമോള് ഉറങ്ങുകയാണ്. അപ്പോൾ അവളും കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഇപ്പോൾ നോക്കിക്കോളൂ, ആകാശത്ത് നോക്കിയാൽ സൂര്യൻ കത്തി നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ പട്ടമൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ പട്ടം പറത്തുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പട്ടമൊക്കെ ഉണ്ടാക്കി വീണ്ടും പാടത്തെത്തിയിട്ടുണ്ട്. പട്ടം പറത്താനായിട്ട് വന്നതാണ് കേട്ടോ. അന്ന് നോക്കുമ്പോൾ അന്ന് നമ്മൾ കണ്ട പാടങ്ങളൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ട്രാക്ടർ വന്ന് പൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് ചുറ്റും കാണുന്നത്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. എല്ലാ പാടങ്ങളും പൂട്ടിയിട്ടിരിക്കുകയാണ്. ഉണ്ണിമോളുടെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ്. പട്ടം പക്ഷേ താഴെ വീണു. ഇതാ പാറു പട്ടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. പട്ടം താഴെ വീണു. കാശി ഒരു ചെറിയ പട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശിയുടെ പട്ടവും താഴെ വീണ് കിടക്കുകയാണ്. പിന്നെ ഇനിയുള്ളത് ഉണ്ണിക്കുട്ടൻ്റെ പട്ടമാണ്. ഉണ്ണിക്കുട്ടൻ്റെ പട്ടം അവനത് ഒരു ഡ്രാഗൻ്റെ രൂപത്തിലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എവിടെ ഉണ്ണിക്കുട്ട കാണിക്ക്. പക്ഷെ ഉണ്ണിക്കുട്ടൻ്റെ പട്ടം പറക്കുന്നില്ല കേട്ടോ. ഒരു ഡ്രാഗൻ്റെ രൂപത്തിൽ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പട്ടം പറക്കുന്നില്ല, വെയിറ്റ് കൂടിയിട്ടാണെന്ന് തോന്നുന്നു. വലിയൊരു പട്ടം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പറപ്പിച്ച് നോക്കാം. അത് ഞാൻ ഇതാ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്.
അത് എടുത്തിട്ട് ഒന്ന് പറപ്പിച്ച് നോക്കാം എന്താ അവസ്ഥ എന്നറിയില്ല. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പറപ്പിച്ച് നോക്കാം. അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെയും ഉണ്ണിമോളുടെയും പാറുവിൻ്റെയും കാശിയുടെയും ഒക്കെ പട്ടം താഴെ വീണ് കിടക്കുകയാണ് കേട്ടോ. എന്ത് പറ്റി ഈ പട്ടത്തിന്? താഴെ വീണാ? പറത്താൻ പറ്റില്ല അല്ലേ? നമ്മൾ ഉണ്ടാക്കിയ പട്ടം ഒന്ന് നോക്കിക്കോളൂ. ഇതാണ് നൂല്. പട്ടം കാണണ അതാ ആ പൊടി പോലെ കാണുന്നില്ലേ? അതാണ് കേട്ടോ നമ്മുടെ പട്ടം പറക്കുന്നത്. പിടിച്ചോ. ആ പട്ടം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പട്ടം ഇതാ. ഈ പട്ടത്തിന്റെ നൂല് എൻ്റെ കയ്യിലുണ്ട്. പട്ടത്തിന്റെ അറ്റം നിങ്ങൾ കാണിച്ചു തരാം. അതാ കണ്ടില്ലേ? അത്രയും ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മുടെ പട്ടം പറന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിക്കുട്ടൻ ഡ്രാഗൺ പട്ടമായിട്ട് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രാഗൺ പട്ടം കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും പറക്കുന്നില്ല. കാശിയുടെ പട്ടവും വെറുതെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ പട്ടം മരത്തിൽ കുടുങ്ങി എന്നാ തോന്നണ. ആ മരത്തിൻ്റെ നൂല് ആ മരത്തിൽ കുടുങ്ങി. അപ്പോൾ അതെങ്ങനെയെങ്കിലും റിലീസ് ചെയ്യാൻ നോക്കണം. ഗൈസ്, ഉണ്ണിമോളുടെ പട്ടം പറക്കാതെ ടയേർഡായിട്ട് വന്നിട്ടുണ്ട്. പൊതുവെ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചത്ര കാറ്റുണ്ടായില്ല കേട്ടോ. നമ്മുടെ വലിയ പട്ടം നമ്മൾ നിലത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. അതാ അത് നല്ല ഹൈറ്റിൽ പോയി. ഇതിപ്പോൾ നിലത്തിറക്കി. ഇനിയിപ്പോൾ അടുത്തൊരു ദിവസം വരാമെന്ന് വിചാരിക്കണം. ഉണ്ണിക്കുട്ടൻ എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഉണ്ണിക്കുട്ടനും കാശിയും പാറും അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പട്ടം പറത്തൽ നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഈ വൈക്കൽക്കുന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ണിക്കുട്ടനും പാറും ഉണ്ണിമോളും കൂടെ പാട്ടുപാടിയ വൈക്കൽക്കുനയാണ്. ഡ്രാഗൺ കൈറ്റ് ഒന്നും കൂടെ പറപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്താ കാറ്റില്ല, പക്ഷെ വെയിറ്റ് കൂടിയിട്ടാണോന്ന് അറിയില്ല. അത് താഴെ വീണു. അപ്പോൾ ഇനി തൽക്കാലം നമുക്ക് ഇന്നത്തെ പട്ടം പറപ്പിക്കൽ അവസാനിപ്പിക്കാം. ഉണ്ണിക്കുട്ടൻ നൂല് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രാഗൺ കൈറ്റ് താഴെ വീണു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പട്ടമൊക്കെ പറത്താനായിട്ട് വന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പട്ടം അത്യാവശ്യം രീതിയിൽ പറന്നു. ഉണ്ണിക്കുട്ടൻ്റെ പട്ടവും അത്യാവശ്യം പറന്നു. കാശിയുടെയും ഉണ്ണിമോളുടെയും പട്ടമാണ് ചെറിയ രീതിയിൽ പറന്നത്. അപ്പോൾ ഒന്ന് വേർത്തു എന്ന് പറയുന്നതാണ് സത്യം. എല്ലാവരും ഓടി വേർത്തു. കുറേ പറത്തി വിട്ടതിന് ശേഷം താഴെ വീഴുമ്പോൾ വീണ്ടും നൂല് ചുറ്റി വീണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് വേർത്തു. എങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവർ പറഞ്ഞതുപോലെ ഒരു തവണയും കൂടെ വരും. അടുത്ത ദിവസം എനിക്ക് ഗ്യാപ്പുള്ള ഒരു ദിവസം കൂടെ വരാം. നമ്മുടെ പട്ടംപിടുത്തനുണ്ട്, കാശിയുണ്ട്, പാറുണ്ട്, ഉണ്ണിമോളുണ്ട്, ഉണ്ണിക്കുട്ടനുണ്ട്, ഉണ്ണിക്കുട്ടൻ്റെ പട്ടമുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കട്ടെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.